തെരഞ്ഞെടുപ്പിൽ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനമുണ്ടായാൽ കർശന നടപടിയെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ ടിക്കാറാം മീണ. സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യരുതെന്നും ഇത് ശബരിമല വിഷയത്തിൽ ബാധകമെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. See, that is a violation of the model code of conduct if somebody gives a hate speech. ಮತ್ತೆ ಅವರು ಜಾತಿ ಬೇರೆ ಪರನಿಟ್ಟೆ ಅವರು ಮತ್ತೆ ಆಡ ಸ್ವಭಾವತ್ಯ ചെയ്യാനുള്ള ഒരു ശ്രമമാണ്. That is a clear violation of the model code of conduct and the notices will be issued against such. In the name of God and all, if there is an appeal. Yeah, in the name of God, if they try to, invoke certain religious feelings, that is also violation of the model code of conduct, and police will take the action definitely. One more thing I wanted to tell you, that as far as polling timing is concerned, Kerala tile 7 mani ravile 7 am or by citing religious things or misinterpreting the Supreme Court judgment, if somebody is trying to do that, that is a clear violation of the model code of conduct. We are going to book a case against such people. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ചീഫ് ഇലക്ടറൽ ഓഫീസർ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ജോജിറ്റ്, പ്രധാനമായും കേരളത്തിൽ ഏപ്രിൽ 23-ാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. അദ്ദേഹം വ്യക്തമാക്കിയ കാര്യങ്ങൾ പ്രകാരമാണ്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് 28-ാം തീയതിയായിരിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സ്ഥാനാർത്ഥികൾക്കുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 4-ഉം ഈ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നും നടക്കുന്നതായിരിക്കും. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഏപ്രിൽ 8-ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം വൈകിട്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണി മുതൽ നിലവിൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അത് എല്ലാ ജില്ലാ കളക്ടർമാരോടും ശക്തമായ നടപടിയെടുക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതുവരെയായി സംസ്ഥാനത്ത് ഉള്ള ആകെ വോട്ടർമാർ എന്ന് പറയുന്നത് 2,54,811 പേരാണ്. നിലവിലിപ്പോൾ സംസ്ഥാനത്തുള്ള ആകെ വോട്ടർമാരുടെ എണ്ണം എന്ന് പറയുന്നത്. ട്രാൻസ്ജെൻഡർമാരായ 119 വോട്ടർമാരും ഇത്തവണ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടത് തന്നെയാണ്. മറ്റൊന്നാണ് കൃത്യമായ രീതിയിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് കാര്യങ്ങൾ ഒക്കെ തന്നെ അവർ ചെലവഴിക്കുന്ന തുക. ഓരോ സ്ഥാനാർത്ഥിക്കും 70 ലക്ഷം രൂപയാണ് ചെലവഴിക്കാനുള്ള തുകയുടെ അളവ് എന്ന് പറയുന്നത്. ആകെ തുകയുടെ കണക്ക് എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മേൽനോട്ടം നടത്തുന്നതായിരിക്കും. പ്രശ്നബാധിത ബൂത്തുകൾ ഇത്തവണ ഇതുവരെയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് 715 എണ്ണമാണ്. അതോടൊപ്പം തന്നെ മറ്റൊന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്, സംസ്ഥാനത്ത് ജാതിയുടെ മതത്തിന്റെയോ പേരിൽ, അതായത് സാമുദായിക ധ്രുവീകരണത്തിന് ഇടയാകും വിധം മതം, ദൈവം എന്നിവ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ പൂർണ്ണമായ ലംഘനം തന്നെയാണ്. അതുകൊണ്ട് സുപ്രീം കോടതി വിധി ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അതും കുറ്റകരം തന്നെയാണ്. ഇത് ശബരിമല വിഷയത്തിനും ബാധകമാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതെല്ലാം മാനദണ്ഡം ഉപയോഗിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുന്നതായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഏതായാലും നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇവരുമായി ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി ചർച്ച ചെയ്യും എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. മറ്റൊന്ന്, ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികൾ അവർ കേസിന്റെ വിവരങ്ങൾ, അത് FIR വിവരങ്ങൾ ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഫോം 26-ലൂടെ അറിയിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ കേസിന്റെ വിശദാംശങ്ങൾ എല്ലാം തന്നെ സ്ഥാനാർത്ഥികൾ ദൃശ്യ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തണം എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ജോർജറ്റ്, വ്യക്തമാണ്. എന്തായാലും സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് സജ്ജമെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങളാണ് ഷീജ പങ്കുവച്ചത്. മറ്റു വാർത്തയിലേക്ക്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ തീരുമാനമെടുക്കാതെ സ്ക്രീനിംഗ് കമ്മിറ്റി. മുതിർന്ന നേതാക്കൾ പിന്മാറുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് അതൃപ്തി. KC വേണുഗോപാൽ മത്സരിക്കില്ല. അതേസമയം ഉമ്മൻചാണ്ടി മത്സരിക്കുമെന്ന് സൂചനകൾ. K സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും. വിവരങ്ങളുമായി സന്തോഷ് സെല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ജോർജറ്റ്, രാവിലെ 11 മണിയോടുകൂടി സ്ക്രീനിംഗ് കമ്മിറ്റി ആരംഭിച്ചു. ആദ്യം അവർ ചെയ്തത് കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് കണ്ട് അഭിപ്രായം ആരായുകയായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഒരു പൊതു ചർച്ചയിലേക്ക് പോകുന്നത്. ഉമ്മൻചാണ്ടി അല്പസമയം മുമ്പാണ് ഈ പൊതു ചർച്ചയ്ക്കായി എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ രാവിലെ ഉണ്ടായ ചർച്ചകളുടെ ഭാഗമായി രൂപപ്പെട്ടിരിക്കുന്ന ധാരണ കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കണം എന്ന് തന്നെയാണ്.
മുതിർന്ന നേതാക്കൾ മത്സരിക്കാനാകില്ല എന്ന് പറഞ്ഞ് പിന്മാറുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തിയുണ്ട്. കാരണം ഒരു പരാജയം ഭയന്നാണ് ഇത്തരം ഒരു പിന്മാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്നാണ് ഹൈക്കമാൻഡ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് കെ.സി. വേണുഗോപാലിന്റെ പിന്മാറ്റത്തിനെതിരെ കേരള നേതാക്കൾ പലരും ശക്തമായി തന്നെ രംഗത്തെത്തി. LDF സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നതിന് പിന്നാലെയാണ് കെ.സി. വേണുഗോപാൽ പിന്മാറിയത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു പരാജയം പേടിച്ചിട്ടാണ് പിന്മാറുന്നത് എന്ന പ്രതീതി സൃഷ്ടിക്കും എന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കൾ മത്സരിക്കണമെന്ന് ഈ പി.ജെ. കുര്യൻ അടക്കമുള്ളവർ ഇന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ കെ.സി. വേണുഗോപാൽ മത്സരിക്കില്ല എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ അതിശക്തമായ വിമർശനം ഉണ്ടെങ്കിൽ പോലും ഹൈക്കമാൻഡിന്റെ പിന്തുണയോടുകൂടി തന്നെ അദ്ദേഹം മത്സരിക്കില്ല എന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. VM സുധീരന് മത്സരിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഉമ്മൻചാണ്ടി, മുല്ലപ്പള്ളി എന്നിവർ മത്സരിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉമ്മൻചാണ്ടി പക്ഷേ മത്സരിക്കരുതെന്നാണ് A ഗ്രൂപ്പിന്റെ അഭിപ്രായം. എന്നാൽ മത്സരിച്ചാൽ മധ്യ കേരളത്തിലെ 3 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയും എന്നവർ പറയുന്നു. ആന്റണിയെ ഇടുക്കിയിലേക്ക് മാറ്റി പത്തനംതിട്ട സീറ്റ് ഉമ്മൻചാണ്ടിക്ക് കടുക്കാം എന്ന രീതിയിലേക്ക് ചർച്ചകൾ ഉണ്ടായെങ്കിലും ഇപ്പോൾ അതിൽ നിന്ന് മാറി സിറ്റിംഗ് എംപിമാർ അതാത് സീറ്റുകളിൽ തന്നെ മത്സരിക്കുക എന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾ ദില്ലിയിൽ പുരോഗമിക്കുകയാണ്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മത്സരിക്കും എന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്ന് ലഭ്യമാകുന്നത്. വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടിയെ അറിയിക്കുമെന്ന് കെ. സുധാകരൻ. എന്നാൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാർ ആരും മത്സരിക്കില്ലെന്ന പ്രചരണം ശരിയല്ലെന്നും സുധാകരൻ ദില്ലിയിൽ പറഞ്ഞു. കേരളത്തിലെ കോൺഗ്രസ് സീനിയർ നേതാക്കന്മാർ മത്സരരംഗത്തുനിന്ന് മാറുന്നു എന്ന പ്രചരണം ഒരിക്കലും ശരിയല്ല. കേരളത്തിലെ എല്ലാവരും ഹൈക്കമാൻഡ് പറഞ്ഞാൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ്. ആരും അതിനെ ധിക്കരിക്കുന്ന ഒരാളും കോൺഗ്രസിന് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാനും ഹൈക്കമാൻഡ് പറഞ്ഞാൽ മത്സരിക്കാൻ തയ്യാറാണ്. കേരള കോൺഗ്രസ് എമ്മിലെ സ്ഥാനാർത്ഥി നിർണയ പ്രതിസന്ധി തുടരുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുടെ കൂടിക്കാഴ്ചകൾ തുടരുന്നു. കെ. മാണിയുടെ വസതിയിൽ യോഗം നടക്കുകയാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കെ. മാണിയെ ചുമതലപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, ഇന്ന് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടോ? ജോർജറ്റ്, സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ള ചുമതല സ്റ്റിയറിംഗ് കമ്മിറ്റി കെ. മാണിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലെ ഭാരവാഹികളുമായി കെ. മാണി കൂടിക്കാഴ്ച നടത്തും. ഇന്ന് വൈകിട്ട് 3-ന് കെ. മാണിയുടെ വീട്ടിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവർ എത്തിച്ചേരും. ഇവരുമായി എല്ലാം തന്നെ കൂടി ആലോചിച്ച ശേഷമായിരിക്കും സ്ഥാനാർത്ഥി സംബന്ധിച്ച കാര്യത്തിൽ എന്തായാലും പ്രഖ്യാപനം ഉണ്ടാവുക. എന്നാൽ പി.ജെ. ജോസഫിന്റെ സ്ഥാനാർത്ഥിക്കെതിരെ കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നിട്ടുണ്ട്. മാണി വിഭാഗത്തിൽ നിന്നുള്ളവർ തന്നെ വരണം എന്നതാണ് പ്രവർത്തകരുടെ ഒരു വികാരം. പ്രവർത്തകരുടെ ഈ വികാരം കെ. മാണിയെ അറിയിക്കുമെന്ന് കേരള കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കടം വ്യക്തമാക്കിയിരുന്നു. എന്നാലും മറ്റുള്ളവർക്കെല്ലാം തന്നെ സാധ്യതകളുണ്ട്. MLA-മാർ സ്ഥാനാർത്ഥികളാകേണ്ട സാഹചര്യമില്ല. മാണി വിഭാഗത്തിൽ തന്നെ അർഹരായുള്ളപ്പോൾ പിന്നെ എന്തിനാണ് പി. ജോസഫിന് ഇത്തരത്തിൽ സീറ്റ് നൽകുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇത്തരത്തിൽ യോഗത്തിൽ ഉന്നയിക്കുമെന്ന് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കടം വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും കോട്ടയം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിക്ക് തങ്ങളുടെ സീറ്റിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയാതെ വലിയൊരു അനിശ്ചിതത്വം നീങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇന്ന് ഈ മണ്ഡലം ഭാരവാഹികളുമായിട്ടെല്ലാം തന്നെ കൂടിയാലോചിച്ച ശേഷം സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കണം അല്ലെങ്കിൽ ആരെ പ്രഖ്യാപിക്കണം എന്ന കാര്യത്തിൽ ഞാൻ തന്നെ എന്തൊരു തീരുമാനം ഉണ്ടാകുള്ളൂ. എന്തായാലും പി.ജെ. ജോസഫിനെതിരെ വലിയ തരത്തിലുള്ള വികാരം ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മണ്ഡലം പ്രസിഡന്റുമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന അഭിപ്രായങ്ങളെ കൂടി സംബന്ധിച്ചുകൊണ്ടായിരിക്കും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുക. അത് പി.ജെ. ജോസഫിനെതിരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് അകത്ത് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് പോകും എന്നതടക്കമുള്ളതാണ് ലഭ്യമാകുന്ന സൂചനകൾ. എന്തായാലും കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരെന്നറിയാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ്. കേരള കോൺഗ്രസിന്റെ ചർച്ചകൾ കോട്ടയത്ത് പുരോഗമിക്കുന്നു. ടി.പി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. പി.ജെ. ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കേരള കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റി രംഗത്ത്. മാണി വിഭാഗത്തിൽ നിന്നുള്ളവർ വരണമെന്നതാണ് പ്രവർത്തകരുടെ വികാരമെന്ന് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സണ്ണി തെക്കേടം പറഞ്ഞു. ഇത് കെ. മാണിയെ അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പാർട്ടി അണികളുടെ വികാരം എന്താണെന്നുള്ളത് അതായത് മാണി വിഭാഗത്തിൽ നിന്ന് തന്നെ ഒരാൾ വരണം എന്നാണ് വികാരം അറിയിക്കുന്നത്. ആ പാർട്ടിയുടെ പ്രവർത്തകരുടെ അണികളുടെ വികാരം അഭിപ്രായം അതാണ്. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. MLA-മാരെ വിശ്വസിക്കാനുള്ളവരൊക്കെ മറ നീക്കട്ടെ. എത്രയോ പേര് ഇതിനകത്തുണ്ട്. നല്ല മുൻമുടുക്കന്മാരും പിള്ളേർ അതൊക്കെ വരേണ്ടത് കാര്യമില്ല. പാർട്ടി അണികൾ വടകര പാർലമെന്റ് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ആവേശമാണ് നാടെങ്ങും കാണാൻ കഴിയുന്നതെന്ന് LDF സ്ഥാനാർത്ഥി P. ജയരാജൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊപ്പം കുടിവെള്ളം എത്തിക്കുന്നതിനും സ്വാതന്ത്ര്യ പരിചരണ രംഗത്തും LDF പ്രവർത്തകർ സജീവമാകണമെന്നും P. ജയരാജൻ പറഞ്ഞു. വടകര പാതിയാരക്കരയിൽ CPIM അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നഷ്ടപ്പെട്ട വടകര മണ്ഡലം തിരിച്ചുപിടിക്കും എന്നുള്ള ആവേശകരമായിട്ടുള്ള അനുഭവമാണ് ഇവിടെ വന്നപ്പോഴും ഉണ്ടായത്. അപ്പൊ ഞങ്ങൾ എന്തായാലും തിരിച്ചു പിടിച്ചിരിക്കും. അപ്പോൾ തിരിച്ചു പിടിക്കാൻ എന്നെ മുന്നിൽ നിർത്തിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് സമരമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ സമരം നമുക്ക് ഒന്നിച്ച് നടത്താം. വടകര മണ്ഡലത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധത ഉയർത്തിപ്പിടിക്കാം. വോട്ടെടുപ്പ് നടന്ന് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുമ്പോൾ ചരിത്ര വിജയമായിട്ട് വടകര മണ്ഡലത്തിലെ LDFന്റെ വിജയം മാറത്തക്ക നിലയിൽ ചിട്ടയായിട്ടുള്ള പ്രവർത്തനം നമുക്ക് നടത്താനാകും. തിരുവനന്തപുരം പാറശാലയിൽ വീണ്ടും RSS അക്രമം. ഇന്ന് പുലർച്ചെ 2:30യോടെ CPIM പാറശാല ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബിജുവിന്റെ വീട് ആക്രമിച്ചു. 8ഓളം വരുന്ന സംഘപരിവാർ പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്നാണ് CPIMന്റെ ആരോപണം. ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർത്തു. ഇരുചക്ര വാഹനവും അക്രമികൾ നശിപ്പിച്ചു. ഇതേ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷിന്റെ വീട്ടിലും ആക്രമണം ഉണ്ടായി. ബൈക്കിലാണ് അക്രമി സംഘം എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി ഇഞ്ചിവിളയിലും സമാനമായ അതിക്രമങ്ങൾ ഉണ്ടായിരുന്നു. പോലീസ് പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കി. സാമ്പത്തിക സംവരണത്തിനെതിരെ സമർപ്പിച്ച പൊതു താൽപര്യ ഹർജികൾ പരിഗണിക്കുന്നത് സുപ്രീം കോടതി മാർച്ച് 28ലേക്ക് മാറ്റി. ഹർജി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന് അയക്കുന്ന കാര്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിരീക്ഷിച്ചു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഇന്ന് ഹർജി പരിഗണിച്ചത്. ഭരണഘടനാ ഭേദഗതി സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സർക്കാർ കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനയുടെ 15, 16 അനുച്ഛേദങ്ങളുടെ ഭേദഗതി ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി ചേർന്ന് പോകുന്നതല്ലെന്നാണ് ഹർജി ചൂണ്ടിക്കാട്ടുന്നത്. 1973 കേശവാനന്ദ ഭാരതി കേസിലും 93 ഇന്ദിരാ സാഹിനി കേസിലും സാമ്പത്തിക സംവരണത്തിനെതിരായ സുപ്രീം കോടതി പരാമർശങ്ങൾ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചതോടെ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മാമാങ്കത്തിനാണ് കൊടിയേറിയത്. കേന്ദ്രം ഭരിക്കുന്ന NDA ഒരു വശത്തും 21 പ്രതിപക്ഷ കക്ഷികൾ മറുപക്ഷത്തും അണിനിരക്കുന്ന തെരഞ്ഞെടുപ്പിനായി രാജ്യവും ഒരുങ്ങുന്നു. 2014 കുറഞ്ഞ ഭൂരിപക്ഷത്തിന് BJP വിജയിച്ച 117 സീറ്റുകൾ ഇത്തവണ NDAയുടെ വിജയപരാജയം നിശ്ചയിക്കും. 3 സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ തള്ളിയിട്ട കർഷക പ്രക്ഷോഭങ്ങൾ, നോട്ടുമാറ്റമുണ്ടാക്കിയ ദുരിതം, GSTയിലൂടെ അടിത്തറ തകർന്ന ചെറുകിട കച്ചവട മേഖല, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്ന വിഷയങ്ങൾ നിരവധി. 3 ദശാബ്ദത്തിന് ശേഷം ആദ്യമായാണ് BJPക്ക് 2014 ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത്. പക്ഷേ 5 വർഷത്തിനു ശേഷം കാര്യങ്ങൾ ഏറെ മാറിയിരിക്കുന്നു. ഉത്തർപ്രദേശ്, കർണാടക, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിൽ നിന്നായി വെറും 10% താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ BJP വിജയിച്ച 117 ലോക്സഭാ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ ഇത്തവണ അനുകൂലമല്ല. ഉത്തർപ്രദേശിൽ 10,000 താഴെ മാത്രം ഭൂരിപക്ഷത്തിലാണ് 34 സീറ്റിൽ ജയിച്ചത്. സമാജ്വാദിയും BSPയും സഖ്യമായതോടെ ഈ സീറ്റുകളിൽ BJP പരാജയപ്പെടുമെന്ന് സർവേകൾ ചൂണ്ടിക്കാട്ടുന്നു. കർണാടകയിലും ജാർഖണ്ഡിലുമായി 10ഓളം സീറ്റുകളിൽ 2014 ഭൂരിപക്ഷം 10,000 താഴെയായിരുന്നു. ഇവിടങ്ങളിൽ വോട്ട് ചോർച്ച തടയാൻ പ്രതിപക്ഷം സഖ്യമായി മത്സരിക്കുന്നു. പശ്ചിമബംഗാൾ, തമിഴ്നാട് സംസ്ഥാനങ്ങളിലായി കഴിഞ്ഞ തവണ ആകെ ലഭിച്ച 5 സീറ്റ് ഇത്തവണ ഒപ്പമുണ്ടാകില്ലെന്നും സൂചന. കേരളത്തിലെ 20 സീറ്റുകളിലും പ്രതീക്ഷ വേണ്ടെന്നാണ് BJP കേന്ദ്ര നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസ് മുഴുവൻ സ്ഥാനാർത്ഥി ലിസ്റ്റും പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ പ്രകാരം സീറ്റുകളേറെയും സഖ്യകക്ഷികൾക്ക് നൽകേണ്ടി വരുന്ന അവസ്ഥയാണ്. പ്രാദേശിക പാർട്ടികൾ ചുവടുറപ്പിക്കാം. 130 മില്യൺ വരുന്ന യുവ വോട്ടർമാരുടെ മനസ്സ് ആർക്കൊപ്പമായിരിക്കും എന്നതാണ് പ്രധാനം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം 4 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കും. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലേക്കാണ് ലോക്സഭയോടൊപ്പം തെരഞ്ഞെടുപ്പുകൾ നടക്കുക. അതേസമയം ജമ്മു കാശ്മീർ നിയമസഭയിലേക്ക് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. ഒറ്റഘട്ടമായി ഏപ്രിൽ 11-നാണ് ആന്ധ്രാപ്രദേശിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്നാൽ ഒഡീഷയിലാകട്ടെ 4 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ്. ഒഡീഷയിൽ ഏപ്രിൽ 11-ന് ആദ്യഘട്ടം ആരംഭിക്കും. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 11 തന്നെയാണ് തെരഞ്ഞെടുപ്പ്. ഈ സംസ്ഥാനങ്ങളിൽ എല്ലാം തന്നെ മെയ് 23-ന് ഫലപ്രഖ്യാപനം ഉണ്ടാകും. The commission has decided to hold elections for these legislative assemblies for these 4 states simultaneously with the general elections to the 17th Lok Sabha. 176 നിയമസഭാ സീറ്റുള്ള ആന്ധ്രാപ്രദേശിൽ 99 സീറ്റുകളുമായി ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്കുദേശം പാർട്ടിയാണ് ഭരിക്കുന്നത്. 66 സീറ്റുള്ള YSRCP ആണ് ആന്ധ്രയിലെ പ്രതിപക്ഷം.
3 നിയമസഭാ സീറ്റുകൾ മാത്രമേ BJPക്ക് ആന്ധ്രയിലുള്ളൂ. 32 നിയമസഭാ സീറ്റുള്ള സിക്കിമിൽ 23 സീറ്റ് കൈവശമുള്ള സിക്കിം ഡെമോക്രാറ്റിക് ഫ്രണ്ടിനെ പ്രതിപക്ഷമായ SKMനെ കൂട്ടുപിടിച്ച് താഴെയിടാനുള്ള തന്ത്രങ്ങളാണ് BJP ഇത്തവണ മെനയുന്നത്. 147 സീറ്റുള്ള ഒഡീഷയിൽ 117 സീറ്റുമായി അധികാരത്തിലിരിക്കുന്ന BJD ഇത്തവണയും മന്ത്രിസഭ രൂപീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ്. കോൺഗ്രസിന് 16 സീറ്റും BJPക്ക് 10 സീറ്റുമാണ് ഒഡീഷയിലുള്ളത്. ഒഡീഷയിൽ 4 ഘട്ടങ്ങളായി തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് പിന്നിൽ മോദി സർക്കാരിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ ആരോപണം. 60 നിയമസഭാ സീറ്റുള്ള അരുണാചൽ പ്രദേശിൽ 48 സീറ്റുമായി BJPയാണ് അധികാരത്തിൽ. 5 സീറ്റുള്ള NPPയും 2 സീറ്റുള്ള INDയും BJPക്കൊപ്പമാണ്. പ്രതിപക്ഷമായ കോൺഗ്രസിന് 5 സീറ്റുകൾ മാത്രമാണ് അരുണാചലിലുള്ളത്. പുൽവാമ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാക് ഭിന്നത രൂക്ഷമായിരിക്കെ ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം മതിയെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും നടത്തണമെന്ന കാശ്മീരി നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രം പ്രഖ്യാപിച്ചത്. കാശ്മീരിൽ 6 ലോക്സഭാ സീറ്റുകളിലേക്ക് 5 ഘട്ടങ്ങളായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച വേളയിൽ KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ച് മുഖ്യമന്ത്രി. ഇടതുമുന്നണി ലോക്സഭയിൽ അംഗത്വം വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ സമയം ലഭിച്ചത് പ്രചരണത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞുവെന്നും കോടിയേരിയും പറഞ്ഞു. കൊല്ലത്ത് ദേശാഭിമാനിയുടെ എഡിഷൻ ഉദ്ഘാടന വേദിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കൂടി വേദിയായത്. ദേശാഭിമാനി കൊല്ലം എഡിഷൻ കെട്ടിടത്തിന്റെയും പ്രസിന്റെയും ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയനും CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും നിർവഹിച്ചു. തുടർന്ന് ചേർന്ന യോഗത്തിലാണ് മുഖ്യമന്ത്രി KN ബാലഗോപാലിനായി വോട്ട് അഭ്യർത്ഥിച്ചത്. ഈ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിക്കുകയായിരുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ സഖാവ് ബാലഗോപാൽ ഇവിടുത്തെ കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹത്തെ നമുക്ക് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കേണ്ടതുണ്ട്. അതിന് എല്ലാവരും ആകാവുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 23 നടത്തുന്നത് നന്നായെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ഇടതുമുന്നണി MLA-മാരെ മത്സരിപ്പിക്കുന്നതിനെ പരിഹസിക്കുന്ന BJP കുമ്മനത്തെ ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് മത്സരിപ്പിക്കുന്നതിനെ തിരിച്ചു പരിഹസിച്ചു. വോട്ടർമാരെ കാണാൻ കൂടുതൽ സമയം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് KN ബാലഗോപാലും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് കണ്ണൂർ മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ PK ശ്രീമതി ടീച്ചർ. മുഖാമുഖം പരിപാടിയിൽ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ അവതരിപ്പിക്കാൻ കച്ചവടക്കാരും വ്യവസായികളും ഉൾപ്പെടെ വ്യത്യസ്ത മേഖലകളിൽപ്പെട്ടവരെത്തി. സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്ന ചടങ്ങോടുകൂടിയാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ശ്രീമതി ടീച്ചറുടെ ആദ്യ ദിന പ്രചരണം അവസാനിച്ചത്. മണ്ഡലത്തിൽ ഏത് പരിപാടിക്ക് ക്ഷണിച്ചാലും നിരസിക്കാതെ സമയം കണ്ടെത്തി പങ്കെടുക്കുന്നതാണ് ശ്രീമതി ടീച്ചറുടെ ശീലം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യ പ്രചരണ ദിനത്തിലും നേരത്തെ നിശ്ചയിച്ച ഔദ്യോഗിക പരിപാടികളും പ്രചരണ പരിപാടികളുമായി മുഴുവൻ സമയവും ജനങ്ങൾക്കിടയിലായിരുന്നു ശ്രീമതി ടീച്ചർ. നിയോജക മണ്ഡലം അടിസ്ഥാനത്തിലുള്ള 3 മുഖാമുഖം പരിപാടികളായിരുന്നു പ്രധാന പ്രചരണ പരിപാടി. വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തവർ കണ്ണൂരിന്റെ ആവശ്യങ്ങൾ ശ്രീമതി ടീച്ചർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. മനസ്സുകൊണ്ട് വീണ്ടും ശ്രീമതി ടീച്ചറെ കണ്ണൂരിലെ വോട്ടർമാർ തിരഞ്ഞെടുത്തു എന്ന് വ്യക്തമാകുന്നതായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ഈ മണ്ഡലത്തിന്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ആഗ്രഹിക്കുന്നത് പ്രവർത്തിക്കുന്ന, നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും അതുപോലെ വികസന രംഗത്ത് ഇടപെടുകയും ഒക്കെ ചെയ്യുന്ന, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി ആണ് വേണ്ടതെന്നുള്ള ആഗ്രഹം പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മുഖമാണ് എല്ലായിടങ്ങളിലും ഞാൻ കണ്ടത്. സാമൂഹ്യ സേവന രംഗത്തെ മികവിന് കൃഷ്ണ ജ്വൽസ് ഏർപ്പെടുത്തിയ 2019 സ്ത്രീശക്തി പുരസ്കാരം ഏറ്റുവാങ്ങുന്നതായിരുന്നു മറ്റൊരു പരിപാടി. പ്രൗഢമായ ചടങ്ങിൽ വ്യവസായ മന്ത്രി EP ജയരാജനിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. കണ്ണൂർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ കൂടി പരിഗണിച്ചാണ് ശ്രീമതി ടീച്ചറെ സ്ത്രീശക്തി പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാറിന് വിജയാശംസ നേർന്ന് എഴുത്തുകാരി P വത്സല. വികസന രംഗത്ത് മാതൃകാ പ്രവർത്തനം നടത്തിയ പ്രദീപ് കുമാർ വിജയിക്കണമെന്ന് P വത്സല പറഞ്ഞു. മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും സ്ഥാപനങ്ങൾ സന്ദർശിച്ചും A പ്രദീപ് കുമാർ വോട്ടഭ്യർത്ഥന തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടെ LDF സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ എഴുത്തുകാരി P വത്സലയെ വീട്ടിലെത്തി കണ്ടത്. കോഴിക്കോട് നോർത്ത് അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർ കൂടിയായ P വത്സല വികസന കാര്യങ്ങൾ പ്രദീപ് കുമാറുമായി സംസാരിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പ്രദീപ് കുമാർ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണെന്ന് P വത്സല പറഞ്ഞു. വേറിട്ട വികസന മാതൃക അവതരിപ്പിച്ച പ്രദീപ് കുമാർ പാർലമെന്റിലെത്തണമെന്നും വത്സല അഭിപ്രായപ്പെട്ടു. ഏറ്റവും താഴെ സാമ്പത്തിക നിലയിലുള്ളവർ മുതൽ ഏറ്റവും ഉയർന്ന മണ്ഡലത്തിലുള്ളവർ പോലും കാക്ഷിക്കുന്നത് കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം കൊടുക്കണം. അതാണ് നമ്മളുടെ ഒരു വികാസത്തിൻ്റെ തന്നെ തെളിവ്. അപ്പോൾ ഇങ്ങനെ ഒരു രംഗം അത് കയ്യിലെടുത്തു എന്നത്
നമ്മൾക്കൊക്കെ ആശാവഹമായ പ്രതീക്ഷ നൽകും. ദീപകുമാർ തീർച്ചയായിട്ടും നമുക്ക് കിട്ടുന്ന ഏറ്റവും മികച്ച, ഇതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും മികച്ച പാർലമെന്റേറിയൻ ആയിരിക്കും. വികസനം കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാന ചർച്ചയാവുമെന്ന് പ്രദീപ് കുമാറും വ്യക്തമാക്കി. കോഴിക്കോട് ആവുമ്പോൾ വികസനം ചർച്ച ചെയ്യപ്പെടും. കാരണം നമ്മളെല്ലാം കഴിഞ്ഞ 10-12 വർഷമായിട്ട് ഈ അസംബ്ലി മണ്ഡലാടിസ്ഥാനത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിൽ അതിന് പുറത്തും ചർച്ച ചെയ്യപ്പെട്ട പദ്ധതികൾ നമ്മുടെ അടുത്തുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു തുടർച്ചയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇവിടെ ഉയർന്നവരും അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇവിടെ ഈ മണ്ഡലത്തിൽ തീർത്തും അനുകൂലമായിരിക്കും. AK ലതീഷ്, കോഴിക്കോട്. സംസ്ഥാന റവന്യൂ വകുപ്പ് ഭവനരഹിതർക്കായി ആവിഷ്കരിച്ച ഭൂമിഗീതം പദ്ധതിയുടെ ഭാഗമായി തൃശൂരിൽ നിർമ്മിച്ച വീടുകളുടെ താക്കോലുകൾ കൈമാറി. ഇന്ത്യയിലെ പ്രമുഖ ജ്വല്ലറി ഗ്രൂപ്പായ കല്യാൺ ജ്വല്ലേഴ്സുമായി സഹകരിച്ചാണ് സംസ്ഥാന സർക്കാർ പദ്ധതി നടപ്പാക്കിയത്. 24 വീടുകളാണ് ഭവനരഹിതർക്കായി നൽകിയത്. തൃശൂർ കിരാലൂരിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. കൃഷിമന്ത്രി VS സുനിൽകുമാറും കല്യാൺ ജ്വല്ലേഴ്സ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ TS പട്ടാഭിരാമനും ചേർന്ന് വീടുകളുടെ താക്കോൽ കൈമാറി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ജില്ലാ കളക്ടർ TV അനുപമ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.